ഈ വോയിസ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കേൾക്കണം. എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ചുള്ളിപ്പാറ എന്ന് പറയും. മലപ്പുറം ജില്ലയിലാണ് ഈ സ്ഥലം. ഈ തിരിയങ്ങാടി മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു സ്ഥലമാണിത്. എൻ്റെ നാട്ടിലെ ഒരു കല്യാണം മുടങ്ങിയ കാര്യം വളരെ വിഷമത്തോടെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കല്യാണത്തിൻ്റെ നിശ്ചയം 22-ാം തീയതി ശനിയാഴ്ച, 22/6/2000 ശനിയാഴ്ച നടക്കുന്ന നിശ്ചയമാണ്. തലേന്ന് വിളിച്ചിട്ട് 21-ാം തീയതി വെള്ളിയാഴ്ച, ഇന്ന് ഇപ്പം ഞാൻ ഈ വർത്താനം പറയുമ്പോൾ അതിൻ്റെ പുതിയാപ്പളിൻ്റെ പെരക്കാരെ വിളിച്ച് മുടങ്ങിയിരിക്കുന്നു പറഞ്ഞു. അപ്പം അന്വേഷിച്ചപ്പോൾ എന്താ ആദ്യം പറഞ്ഞിരുന്നത്, പുതിയാപ്പിളാറിൻ്റെ പെരക്കാർ ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് 10 കിലോ മത്തി വേണമെന്നാണ്. അപ്പം തന്നെ ഈ പുതിയണ്ണിൻ്റെ പെരക്കാർ പറഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് 10 കിലോ തരാൻ പറ്റില്ല, 7 കിലോനെ തരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഈ സൈസ് സ്ത്രീധനൊക്കെ എങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ നടക്കുങ്ങൾ? 10 കിലോ മറ്റ് സ്ത്രീധനം കൊടുക്കാൻ ഇന്ന് ഏത് കുറേശ്ശൊക്കെ കഴിയുക? എന്ത് അരിപ്പിലെ വർത്താനം, എവിടുത്തെ ന്യായം? അല്ലെങ്കിൽ ഇതൊക്കെ 7 കിലോ മച്ച് കൊടുക്കാൻ അറ്റുകൾ പറഞ്ഞില്ലേ? ആ കള്ള പറഞ്ഞാൽ ഇങ്ങനെ 10 കിലോ മച്ചിയൊക്കെ എവിടെ നിൽക്കാൻ ഈ കാലത്ത്? ഉറുപ്പ് എത്ര നിങ്ങൾക്ക് വേണം? 25 കിലോനോ 25 പവനോ 30 പവനോ സ്വർണ്ണം തരാം. 10 കിലോ മച്ചി ഒരു സ്ത്രീധനം ചോദിച്ചു ഇങ്ങോട്ട് ഇറ്റുകൾ അവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് 7 കിലോ മച്ച് കൊടുക്കാറിഞ്ഞ് അത് പറ്റൂലെന്ന്. ആ കല്യാണം മുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഇതിനെതിരെ പോയിത്തറി. എന്താ ഈ പറഞ്ഞ 10 കിലോ മറ്റ് സ്ത്രീധനം കൊടുക്കായി? എടുത്ത ന്യായം അത്. എനിക്ക് ബേജാറായിട്ട് ഭർത്താൻ തന്നെ കിട്ടുന്നില്ല. ചുള്ളിപ്പാറമ്പല അപ്പോൾ നടക്കുന്നത്. ചുള്ളിപ്പാറ എൻ്റെ അടുത്ത സ്ഥലം.